പറയൂ നമസ്കാരം. ജമീല മാം പറയൂ. ആ ഞാൻ മലപ്പുറം ചേലേമ്പ്രയാണ് സ്വദേശം. ഞാൻ ഈ പറയൂ മാം. പ്രൊഡക്റ്റ് എന്റെ റിസൾട്ട് തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് മൈഗ്രെയിന്റെ തലവേദനക്കാണ് ഞാൻ നമ്മളെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. മൈഗ്രെയിന്റെ തലവേദന എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി തുടങ്ങിയിട്ട് എന്നുള്ളത് പറയാൻ എനിക്ക് അത്ര അറിയില്ല. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ തലവേദനയാണ് ഇത്. അത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന അന്ന് വരെ ഈ ഒരു ടൈം വരെ മൈഗ്രെയിന്റെ തലവേദന അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. പക്ഷെ വെച്ചാല് അത്രയും പ്രയാസമായിരുന്നു തലവേദനക്ക്. ആരോടും സംസാരിക്കാൻ പറ്റൂല, അങ്ങനെ വെളിച്ചം കാണാൻ പറ്റൂല, അങ്ങനെ ഉള്ള ഒരു ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന്. പക്ഷെ ആ കൊണ്ടുവന്ന സമയത്തും ഞാൻ മൈഗ്രെയിന്റെ തലവേദന ഉണ്ടായിട്ട് അവരോട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ അത്രയും ഞാൻ ദേഷ്യപ്പെട്ടു അവരോട്, ഇങ്ങോട്ട് വരണ്ട, എനിക്ക് നിങ്ങളെ ഒന്നും കേൾക്കണ്ട, എനിക്ക് കേൾക്കാൻ പറ്റിയ ടൈമല്ല, എനിക്ക് മൈഗ്രെയിന്റെ തലവേദനയാണ്. ഞാൻ അപ്പൊ അവരോട് തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് അവർ വിളിച്ചപ്പോ അങ്ങോട്ട് വരണ്ടാന്ന് തന്നെ പറഞ്ഞു. ഞാൻ അവരെ എന്താ പറയാ നല്ല മൈനസ് ആക്കിയിട്ട് വിട്ട് തന്നെ. എന്നാലും അവര് കേൾക്കാതെ അവര് വീട്ടിലേക്ക് വന്ന് ഒന്ന് കാണാനാണെന്ന് പറഞ്ഞു. വന്ന് സംസാരിക്കണ സമയത്ത് തന്നെ റിസ്റ്റ് ബാൻഡ് എടുത്ത് എന്റെ തലയിൽ ചുറ്റി കെട്ടി തന്നു. അവര് വേറെ എന്തൊക്കെയോ സംസാരിക്കണം, ഞാനതൊന്നും കേൾക്കുന്നില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ചു ഇങ്ങനെ എന്താ മാറ്റണ്ടോ ചോദിച്ചപ്പോ മാറ്റണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ പെട്ടെന്ന് മാറ്റണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ എന്നുള്ളതില് ഞാൻ വലിയതൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു 10 മിനിറ്റ് ടൈമും കൂടെ ഞാൻ ആ റിസ്റ്റ് ബാൻഡ് ഞാൻ തലയിൽ ചുറ്റി കെട്ടി. അപ്പൊ ഇങ്ങനെ എനിക്കൊരു എന്തൊക്കെയോ അതിനൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്, എന്തോ സംഭവിക്കുന്നുണ്ട് തലയിൽ എന്നുള്ളത് എനിക്ക് തോന്നി. ആ ടൈമിൽ തന്നെ ഞാൻ അവരോട് തന്നെ ആ സ്പോട്ടിൽ തന്നെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. മാഷാ അല്ലാ, ഇന്ന് 2.5 വർഷമായി ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. ഇന്ന് വരെ മൈഗ്രെയിൻ തലവേദന എനിക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. അന്ന് 5 മെഡിസിൻ എന്റെ കയ്യിലുണ്ട്. എന്നുവെച്ചാൽ ഡോക്ടർ പറഞ്ഞത് എപ്പോഴാണോ അതിന്റെ ആ ഒരു മൈഗ്രെയിന്റെ തുടക്കമാണ് വരുന്നത്, ആ സ്പോട്ടിൽ ആ മരുന്നെടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞതാണ്. അന്ന് എന്റെ കയ്യിൽ 5 മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ ഞാൻ എടുത്ത് കളഞ്ഞിക്കാണ്. ഇന്ന് വരെ മൈഗ്രെയിന്റെ തലവേദനന്റെ ആ ഒരു മരുന്ന് ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ. അപ്പൊ അത്രയും റിസൾട്ടാണ്. 100% എനിക്ക് പറയാം. നമുക്ക് ഓരോരുത്തർക്കല്ലേ ഓരോരുത്തരുടെ റിസൾട്ട് പറയാൻ പറ്റൂ മറ്റൊരാളോട്. ഞാൻ എവിടെ പോയാലും ഞാൻ എന്റെ മൈഗ്രെയിന്റെ റിസൾട്ടാണ് ഞാൻ പറയല്. 100% അത് ഉറപ്പാണ് മൈഗ്രെയിൻ മാറുന്നുള്ളത്. അതിൽ തെളിവാണ് ഞാൻ തന്നെയാണ് അതിനുള്ള ആളെ. എല്ലാരോടും പറയണം, നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ നമ്മളെ ഈ ബയോട്ടോറിയം. അത് എനിക്ക് എത്തിച്ചേർന്ന എന്റെ സുഹൃത്തുക്കളോടും എനിക്ക് അതിയായ നന്ദിയും കടപ്പാടും ഉണ്ട്. ഇനിയും എന്റെ ഫാമിലിക്കും എന്റെ കുടുംബങ്ങൾക്കൊക്കെ കുറെ റിസൾട്ട് കിട്ടിയതുണ്ട്. അതൊന്നും ഇപ്പൊ ഈ പറയാനുള്ള ടൈമില്ല. അതുപോലെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ അലർജിന്റെ പ്രശ്നം ഉണ്ടായിട്ട് നല്ല മാറ്റമുണ്ട്. ഇതുവരെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറെ എന്റെ ഉപ്പക്ക് അങ്ങനെ കുറെ പറയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാ റിസൾട്ടുകൾ ഉണ്ട്. അതൊന്നും പറയുന്നില്ല. അപ്പോ അതാണ് എന്റെ റിസൾട്ട്. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു ജമീല മാം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായിട്ട് അദ്ദേഹത്തിന് ജമീല മാഡത്തിന് തലവേദന ഉണ്ടെന്നുള്ളത് ഓർമ്മ പോലും ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലുണ്ടായിരുന്ന മൈഗ്രെയിന്റെ തലവേദനയാണ് അവർക്ക് അത്രയും നല്ലൊരു സുഖം കിട്ടിയത്. ഞാൻ എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഈ ഒരു വേദിയിലുള്ള സഹോദരി സഹോദരങ്ങളോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എത്രയോ നിങ്ങളിപ്പോ പുതിയ ആൾക്കാർ ആരെങ്കിലും ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഈ ചികിത്സയെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അനുഭവം കേൾക്കാനായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണടച്ച് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കും. നിങ്ങൾ എന്ത് അസുഖത്തിന് മരുന്ന് വർഷങ്ങളായിട്ട് കഴിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ധൈര്യമായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക. മരുന്നുകളൊക്കെ നിർത്തി ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഏറ്റവും നല്ല ആരോഗ്യത്തിലേക്ക്. അത്രയും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള സ്ഥലത്താണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. പുതിയ ആൾക്കാരോടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. അടുത്ത ആള് പറയും.